ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ഈവനിങ് മുതൽ ഒരു രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ മക്കൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടുണ്ട്. മക്കൾ 3 മണിക്ക് ആകുമ്പോഴാണ് സ്കൂളിൽ നിന്ന് വിടുക. അപ്പോൾ ഇതാ ഇപ്പോൾ 2:30 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. 2:30 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാ പോവാൻ നിൽക്കുകയാണ്. വീട്ടിലിതാ കുറച്ച് കാർപ്പൻ്റർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അങ്ങനത്തെ ഒരു ടെൻഷനില്ല. വളരെ അടുത്തായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് വേഗം തന്നെ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ സ്കൂളൊക്കെ മാറ്റേണ്ട സമയമായി. 4th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ കേട്ടോ ആ സ്കൂളിൽ. അപ്പോൾ ഇനി മൂത്താൾ ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിലെത്തി. ഇനിയിപ്പോൾ അടുത്ത വർഷം സ്കൂളൊക്കെ മാറ്റണം. 1-2 സ്കൂളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും കൺഫേം ആക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോരോ ബിസിയിലാണ് കേട്ടോ. അപ്പോൾ അത് ആ സ്കൂളെത്തി മക്കളെ പിക്ക് ചെയ്തു കേട്ടോ. പക്ഷെ അവർക്ക് എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ പോയതിന് ശേഷം അവർ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നു. സുജിക്ക് കുറച്ചായിട്ട് ഇപ്പോൾ ബിസിനസ്സായിട്ട് കുറച്ച് നല്ല ബിസിയാണ്. ഇപ്പോൾ നല്ല കുറച്ചധികം ഇപ്പോൾ യാത്രകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോണത് ഇപ്പോൾ ഇടുക്കിയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇപ്പോൾ ഇനി ഇന്നിപ്പോൾ പോയിട്ട് നാളെ രാത്രി തന്നെ തിരിച്ചു വരും എന്നാണ് പറയണത്. അപ്പോൾ പോകുമ്പോൾ വേറെ വണ്ടീൻ്റെ കീയും കൂടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിട്ട്. അപ്പോൾ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അറിയാണ്ട് മറന്നെടുത്തിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ തിരിച്ച് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പപ്പ പോയതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണമല്ലോ. അപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമത്തിലാണ് മക്കളുള്ളത്. പിന്നെ സ്കൂൾ വിട്ട് വന്നതല്ലേ, അപ്പോൾ മക്കളൊന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതാ മക്കൾ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വീട്ടിലുള്ള കുറച്ച് നെയ്ബേഴ്സ് തന്നെയാണ്. അങ്ങനെ 1-2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വീട്ടിലേക്ക് വരും. അങ്ങനെ അവർ കുറച്ച് സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കും, പിന്നെ ടോയ്സൊക്കെ ഒന്ന് എടുത്ത് കളിക്കും. അങ്ങനെയൊക്കെ അവർ പുറത്ത് നല്ല തകൃതി കളിയിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് സമാധാനമായിട്ട് ഇരുന്ന് ഇങ്ങനെ TV കാണുന്നൊക്കെ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള കുറച്ച് മടക്കി വെക്കാനുള്ള തുണികളോ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കാനുള്ള തുണികൾ അധികം ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതൊക്കെ ഇങ്ങനെ മടക്കി വെക്കാനുള്ള തുണികൾ ഉള്ളപ്പോൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യും കേട്ടോ. വീഡിയോസ് ഈ വീഡിയോ ഇനി ആ നാളെ തുണി മടക്കി വെക്കുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ വീഡിയോ മാറ്റി വെക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തുണി മടക്കി വെച്ച വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ. അധികം എനിക്ക് കോമഡി ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് സമാധാനമായിട്ട് ഇരുന്നിങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓൾറെഡി ഇങ്ങനെ തുണി മടക്കി വെക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. തുണി മടക്കി വെക്കാൻ ഇഷ്ടമാണ്, പക്ഷെ തുണി എടുത്ത് വെക്കാൻ ഇഷ്ടമല്ല. അതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. തുണി മടക്കിയിട്ട് അവിടെ ഇങ്ങനെ വെക്കും, പക്ഷേ അത് എടുത്ത് വെക്കൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് മടക്കി വെച്ച ഉടനെ തന്നെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി. പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും, എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ മനുഷ്യരല്ലേ, അവിടെ കിടക്കും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ആ വെച്ച വീഡിയോ കംപ്ലീറ്റ് ആവണ വരെ ആ ഒരു തുണികളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ആ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ആ തുണികളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ പുതിയ അലമാര ഒക്കെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ പഴയ അലമാരയൊക്കെ റൂമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഡൈനിങ് ഹാളിലൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഡൈനിങ് ഹാളിലൊക്കെയാണ് അലമാരയിൽ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഒന്നും പ്രോപ്പറല്ല. അപ്പോൾ ഇനി ഒരു 2-3 ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ തന്നെ പ്രോപ്പറായി ഒക്കെ ഒന്ന് സെറ്റാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ.
ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഇനി ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാനും ഒക്കെ ഉണ്ട്. ഫുൾ മെസ്സായി കിടക്കുകയാണ്. ബെഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഫുൾ പൊടി പിടിച്ച് അക്കായി കിടക്കുകയാണ്. ഒരു അലമാരയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. അങ്ങനെ ആകെ മൊത്തം കൺജസ്റ്റഡായി മൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ്. എന്തായാലും ഇനി പണി കഴിഞ്ഞാൽ മൊത്തത്തിൽ സമാധാനമാവുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ പുതിയ വെച്ച പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ജനലൊക്കെ ഒന്ന് അടക്കാനുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ മുറ്റത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം വേഗം തന്നെ ജനലൊക്കെ ഒന്ന് അടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ മെയിൻ ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവിടെ പണി നടക്കുകയല്ലേ. അപ്പോൾ ഇതാ ഇപ്പുറത്തെ റൂമിലാണ് എല്ലാ സാധനങ്ങളും കിടക്കുന്നതൊക്കെ ഉള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം വലിച്ചു വാരിയിട്ട അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാം. ഏതായാലും ഇന്ന് സുജി ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കളെ മുകളിൽ എൻ്റെ കൂടെ തന്നെ കിടത്താമെന്ന് വിചാരിച്ചിട്ട് താഴത്തെ ബെഡ് കട്ടിൻ്റെ അടിയിലേക്ക് നീക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ സ്പേസ് കിട്ടിയല്ലോ. അപ്പോൾ ഉള്ള പിന്നെ കുറേ പില്ലോസ് ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ റൂമിൽ എപ്പോഴും. കാരണം മക്കളെ ബെഡിലിടാനുള്ളതും മക്കളെ ബ്ലാങ്കറ്റും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടേബിൾ മേലുള്ളതൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടു, ഉള്ളത് പറ്റുന്ന രീതിയിൽ അങ്ങനെ. പിന്നെ വേസ്റ്റൊക്കെ ഒന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. പിന്നെ മടക്കി വെച്ച തുണികൾ അങ്ങനെ നീറ്റാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഇത് ഞാൻ മക്കളെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു 5 ഡോർ ആമസോണിൽ നിന്ന് വാങ്ങിയ 5 ഡ്രോയർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സാധനമാണ്. അങ്ങനെ മക്കളെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അതിലാണ് ഇടുക കേട്ടോ. ഒന്നിലങ്ങനെ ടീഷർട്ട്, ഒന്നിൽ ട്രൗസർ, അങ്ങനെ മക്കളത് വേർതിരിച്ച് അങ്ങനെ അതിലിട്ട് വെക്കുക ചെയ്യുക. എന്നാൽ മക്കൾക്ക് തന്നെ ഒറ്റയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയെല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എത്ര അധികം പില്ലോൻ്റെ ആവശ്യമില്ല, കാരണം താഴത്തെ ബെഡ് യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ അതെല്ലാം ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബെഡൊക്കെ ഒന്ന് ഫുള്ളൊന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കിയിട്ട് നീറ്റാക്കി വിരിച്ചിടുകയാണ്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാട്ടവലും കൂടി ബാത്റൂമിൽ കൊണ്ടുവച്ച് എല്ലാം നീറ്റാക്കി. ഇനി കുറച്ച് ഈ ഒരു ടൈമിൽ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ മക്കൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോൾ ട്യൂഷൻ്റെ ടീച്ചർ വരും. അപ്പോൾ ട്യൂഷന് അവരിരിക്കും കേട്ടോ. പിന്നെ ഒരു 7 o'clock വരെ ട്യൂഷനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഫുൾ ഫ്രീ ആയിരിക്കും. പിന്നെ ഞാനായിട്ട് ഇരുത്തി പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ട്യൂഷൻ ടീച്ചർ പോയപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടി വരികയാണ് കേട്ടോ. പിന്നെ ഇതാ മമ്മൻ്റെ ട്രൈപോഡ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. ട്യൂഷൻ ടീച്ചറാണ് അതാ പോണത്. അപ്പോൾ ഇതാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ പഠനം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഡിസംബർ ആയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ലൈറ്റ് ചെയ്യുക, ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലികളിലൊന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, അതൊക്കെ ഒന്ന് നമ്മൾ ടോട്ടോക്കും ഉണ്ട് കേട്ടോ, ഒരു സ്റ്റാർ കണ്ടില്ലേ. അപ്പോൾ അത് ടോട്ടോനെ ഒന്ന് തുറന്നു വിട്ടിട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ അവന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറച്ച് ഡെക്കറേഷനിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരുന്നില്ല, ആ ഭാഗത്തൊക്കെ ഒന്ന് കണക്ഷൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് ചെടികൾക്ക്. മക്കൾ ടോട്ടോനൊക്കെ ആയിട്ട് 3 ആളും അടിയാണോ കളിയാണോ എന്താ മനസ്സിലാവില്ല, അവരവിടെ അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ച കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ട്രീക്ക്. അപ്പോൾ അതൊക്കെ എവിടെ വെച്ചത് എന്താണെന്ന് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഈ ഒരു കവർ മൊത്തം കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഇനി അത് എടുത്ത് കൂടുതൽ ലൈറ്റ്സ് ഓവറാക്കണ്ടെന്ന് വെച്ചിട്ട് അത് അങ്ങോട്ട് തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ ഇതാ കുറച്ച് ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇഷ്ടം പോലെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. മക്കളും നൈസായിട്ട് അങ്ങോട്ട് മുങ്ങിട്ടോ. ഞങ്ങൾ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു ആരില്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ. അപ്പോൾ ഞാൻ അതിന് മാത്രം അങ്ങോട്ട് ഡെക്കറേഷൻ ചെയ്തില്ല, കുറച്ചെടുത്ത് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ റെഡും ഗോൾഡൻ കളറും മാത്രം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറേ എണ്ണം അതിൽ നൂല് കോർത്തിട്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പണിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നൂല് ഓൾറെഡി അതുമേലുള്ള ഹാങ്ങിങ് ഉള്ള അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്തത്. അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ചതായിരുന്നു. ഇപ്രാവശ്യമായിട്ട് ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് ഇങ്ങനെ ട്രീ ഡെക്കറേഷൻ കേട്ടോ, അത് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇതാ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ റെഡും ഗോൾഡും മാത്രമാണ് ഇപ്രാവശ്യം ചെയ്തത്. അങ്ങനെയൊക്കെ സെറ്റാക്കി കുറച്ചേ ചെയ്തുള്ളൂ, ഇങ്ങനെ ആർഭാടായിട്ട് ചെയ്തില്ല. ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മടി പിടിച്ചിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇതന്നെ ഞാൻ ചെയ്ത് തീർത്തത് കേട്ടോ. അപ്പോൾ നല്ല പണിയാണ് ഇത്. കാണുന്ന പോലെ കാണുമ്പോൾ നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കുമെങ്കിലും നല്ല മെനക്കെട്ട പണിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം സൂചി ഇല്ലാത്തതല്ലേ, അപ്പോൾ ഞാൻ വേഗം പുറത്തത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേഗം ടോട്ടോക്ക് ഫുഡ് കൊടുത്ത് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇതാ ഡോറൊക്കെ ഒന്ന് ഫുള്ള് കുറ്റിയിട്ട് അകത്തേക്ക് കയറി. പിന്നെ ഞാൻ എന്താ കുളിക്കാൻ കയറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വരാം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് അപ്പോൾ ഒരു കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവുമല്ലോ അല്ലേ. പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സ്കിൻ കെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. രാത്രിയാണ് ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ സ്കിൻ കെയർ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ചെയ്യാൻ. ഞാൻ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ രാത്രി എന്തൊക്കെയാണ് ചെയ്യുക, രാത്രി ഞാൻ ടോണർ ഇടും, പിന്നെ ഹൈലൂറോണിക് ആസിഡ്, പിന്നെ കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ, അങ്ങനെ കുറച്ച് സിറം, മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ ഇടും കേട്ടോ. പിന്നെ ഒരു ലിപ് ബാമും ഇടും. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മുടിയും കെട്ടി ഒരു സ്പ്രേയും അടിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് രാത്രി കിടന്നുറങ്ങുക. അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മക്കൾ ഫുഡ് കഴിച്ചതിൻ്റെയും അതും ഇതൊക്കെ ഇങ്ങനെ താഴെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചൂലൊന്നും എടുക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ രാത്രി അങ്ങനെ അടിച്ചു വരാൻ അങ്ങനെയൊന്നുമില്ല. രാത്രി വേഗം പിന്നെ ഇവിടെ റോബോട്ട് വാക്യൂം ക്ലീനർ ഉണ്ട്, അതങ്ങോട്ട് ഓണാക്കിയിടുകയാണ് ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് ഓണാക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓണാക്കിയിടട്ടെ കേട്ടോ. അപ്പോൾ ഇത് അധികം സമയമൊന്നും ആയിട്ടില്ല, 9 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മക്കളൊക്കെ ഫുഡ് കഴിച്ചു, ഞാനൊക്കെ ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു 10-10:30 ആവും കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ വേറെ കുറച്ച് ഫോണൊക്കെ കണ്ടിങ്ങനെ കിടക്കും, അല്ലെങ്കിൽ കുറച്ച് എഡിറ്റിങ് പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ ഉള്ളത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ കിടക്കുന്നതിന് മുന്നേ സുജീനെ ഒന്ന് ഫോൺ ചെയ്യും, പിന്നെ വീട്ടിലൊക്കെ ഒന്ന് ഫോൺ ചെയ്യും. അങ്ങനെ അത്രയൊക്കെ തന്നെ. പിന്നെ എന്താ പിന്നെ റൂമിൽ കയറിയാൽ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. കുടിക്കാനുള്ള വെള്ളമൊക്കെ റൂമിൽ കൊണ്ടുവെക്കും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.